ഇന്നലെ ക്രിയേറ്റ് ചെയ്ത എക്സ്റ്റൻഷൻ ഹബ്ബ് ഫ്യൂച്ചറിലേക്ക് ഒരു ക്രോം വെബ് സ്റ്റോർ പോലത്തെ ഒരു പ്ലാറ്റ്ഫോമാക്കി, ഒരു ഓപ്പൺ സോഴ്സ് പ്ലാറ്റ്ഫോമാക്കി മാറ്റാൻ പറ്റുമെന്നാണ് നോക്കുന്നത്. ഇതിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻസ് ആഡ് ചെയ്യാം. പക്ഷേ നിങ്ങൾ ഒരു ക്രോം വെബ് സ്റ്റോറിലാണെങ്കിൽ നിങ്ങൾ എക്സ്റ്റൻഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ എക്സ്റ്റൻഷൻ പബ്ലിക്കലി ഒരുപാട് പേർക്ക് എത്തും. പിന്നെ ആ എക്സ്റ്റൻഷൻ ഫ്യൂച്ചറിൽ അപ്ഡേറ്റ് ചെയ്യാൻ നേരത്ത് അതും ഈസി ആവും. പിന്നെ എക്സ്റ്റൻഷൻ ആഡ് ചെയ്യുക, അത് കഴിഞ്ഞ് സിംപ്ലി നിങ്ങൾ സിപ്പ് അൺലോഡ് ചെയ്യാതെ തന്നെ ആഡ് ടു ക്രോം എന്നുള്ള ഡയറക്റ്റ്ലി ഒരു ബട്ടൺ ഉണ്ട്. ആ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങളുടെ വെബ് സ്റ്റോറിലേക്ക്, നിങ്ങളുടെ ബ്രൗസറിലേക്ക് കയറും. പക്ഷേ ഈ ഒരു എക്സ്റ്റൻഷൻ ഹബ്ബിൽ അത് കഴിയില്ല. പിന്നെ ക്രോം വെബ് സ്റ്റോറിലെ അടുത്തൊരു മെയിൻ ഫീച്ചറാണ് അവർ റേറ്റിങ്ങും റിവ്യൂവും സെക്യൂരിറ്റിയും. ഇതൊക്കെ കൂടുതലാണ്. ഇതൊക്കെ ബിൽഡ് ചെയ്ത് ഒരുപാട് യൂസർ ലെവലുണ്ട്. അപ്പോൾ ഈ ഒരു എക്സ്റ്റൻഷൻ ഹബ്ബിൽ വേറൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് മാനുവലി അപ്ഡേറ്റ് ചെയ്യേണ്ടി വരും എക്സ്റ്റൻഷൻ. ഒരിക്കലും ഇത് സ്കെയിൽ ചെയ്ത് ഒരു ക്രോം വെബ് സ്റ്റോർ പോലത്തെ ഒരു സ്റ്റോറിനെ മാറ്റാൻ കഴിയില്ല. പക്ഷേ വേറൊരു കാര്യം ചെയ്യാൻ പറ്റും. ഇതൊരു ടെസ്റ്റിംഗ് ടൂളാക്കി എടുക്കാൻ പറ്റും. നിങ്ങൾ ഒരു ആൻഡ്രോയിഡോ iOSോ ആപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ടെസ്റ്റിങ്ങിന് കൊടുക്കുന്നത് പോലെ നിങ്ങളുടെ ക്രോം എക്സ്റ്റൻഷൻ ക്രിയേറ്റ് ചെയ്തിട്ട് ടെസ്റ്റിങ്ങിന് വേണ്ടി കൊടുക്കുക ഈ ഒരു എക്സ്റ്റൻഷൻ ഹബ്ബിലൂടെ കഴിയും. അപ്പോൾ ഇതാണ് ഈ ഒരു എക്സ്റ്റൻഷൻ ഹബ്ബും ക്രോം വെബ് സ്റ്റോറും തമ്മിലുള്ള കമ്പാരിസൺ. അപ്പോൾ ഇതൊരു സ്കെയിലബിൾ പ്രൊഡക്റ്റ് ആക്കാൻ കഴിയുമെന്ന് വെച്ചാൽ അത് പറ്റും. പക്ഷേ അതൊരു എക്സ്റ്റൻഷൻ ടെസ്റ്റിംഗ് ടൂളിനെ പോലുള്ള ഒരു ടൂളാക്കി മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ.